പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 മാർച്ച് മാസം 28 വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? ഓർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട് നമ്മുടെ കർത്താവ് നമ്മളെ പരിപാലിച്ചു. ഒന്ന് ഓർത്തെ, എന്നിട്ട് കർത്താവിന് നന്ദി പറഞ്ഞ് ഓരോ നിമിഷങ്ങളെ ഒന്ന് ഓർത്തിട്ട് ആ കൈകളെ ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവേ, കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ അത്ഭുതമായി അതിശയമായി ശ്രേഷ്ഠമായി നടത്തിയ ദൈവകൃപയെ ഓർക്കുമ്പോൾ ഞങ്ങൾ നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് കർത്താവിന് കരം ഉയർത്തി സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയ ദൈവകൃപയെ ഓർക്കുമ്പോൾ ആ കരം ഉയർന്നിരിക്കട്ടെ. കർത്താവിന് സ്തോത്രം പറയാം. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ഞങ്ങളെ ക്രിസ്തുയേശുവിൽ ജയത്തോടെ നടത്തുന്ന പിതാവിന്, അത്ഭുതത്തോടെ നടത്തുന്ന പിതാവിനെ, ശ്രേഷ്ഠമായി നടത്തുന്ന പിതാവിന് സന്തോഷത്തോടൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ഞങ്ങളെ അത്ഭുതമായി നടത്തുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവ് ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങളിലൂടെ ഇന്ന് പകൽക്കാലം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും നന്ദി. ദൈവത്തിൻ്റെ ആത്മാവെ, അങ്ങ് ഞങ്ങളിലൂടെ ഇന്ന് ഒഴുകുന്നതിനായി സ്തോത്രം. അങ്ങയുടെ മഹിമയെ ഞങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു ജീസസ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വൻ കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു, അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഓരോ ദിവസവും അത്ഭുതകരമായി നടത്തുന്ന കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. 68-ാം സങ്കീർത്തനം അതിൻ്റെ 25-ാം വാക്യം പറയുന്നു, സംഗീതക്കാർ മുമ്പിൽ നടന്നു, വീണക്കാർ പിമ്പിൽ നടന്നു, തപ്പുകൊട്ടുന്ന കന്യകമാർ ഇരുപുറവും നടന്നു. 26 ആമേൻ. സഭായോഗങ്ങളിൽ നിങ്ങൾ കർത്താവായ ദൈവത്തെ വാഴ്ത്തുവിൻ. സഭായോഗങ്ങളിൽ നമ്മുടെ കർത്താവായ യഹോവയെ വാഴ്ത്തുവിൻ. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിന് ഒന്നുകൂടെ സ്തോത്രം പറയാം, എന്നിട്ട് പ്രാർത്ഥിക്കാം. കാരണം ഉയർത്തി ഒന്നുകൂടെ ഒന്ന് സ്തോത്രം പറഞ്ഞ് നല്ല കർത്താവിന്, നമ്മുടെ സ്നേഹനിധിയായ പിതാവിന് സന്തോഷത്തോടെ ഒരു പ്രാവശ്യം കൂടെ സ്തോത്രം പറഞ്ഞാണ്ട്. അബ്ബാ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതത്തിൽ. ആമേൻ. താങ്ക് യു ലോർഡ്. ഞങ്ങൾ അങ്ങയുടെ അടുക്കലേക്ക് അടുത്തു വരുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്ന കർത്താവേ, ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ അങ്ങയുടെ തിരുമുഖം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ചിരിക്കുന്നത് ഓർത്ത് സ്തോത്രം. ആമേൻ. അങ്ങ് ഞങ്ങളെ അങ്ങയുടെ തൃക്കൺ തുറന്ന്, അങ്ങയുടെ കണ്ണ് തുറന്ന് അങ്ങ് ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ ചെവി ഞങ്ങളുടെ മേൽ ചായ്ച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളായി ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ രോഗത്തിൻ്റെ അവസ്ഥകളും നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് ആമേൻ മുറിവുകൾ കരിയാതെ, ആമേൻ വ്രണങ്ങൾ ആമേൻ വന്ന് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. അത്ഭുതകരമായ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. ആ മുറിവുകൾ ഉണങ്ങാതിരിക്കുന്ന അവസ്ഥ ഇപ്പോൾ നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പൂർണ്ണ സൗഖ്യം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. കർത്താവ് കൊടുത്ത അത്ഭുത സൗഖ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവപ്രവൃത്തിക്കായിട്ട് സ്തോത്രം. കർത്താവിൻ്റെ വിടുതൽ ആമേൻ ആ പ്രിയപ്പെട്ടവരുടെ മേൽ വെളിപ്പെട്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവ്, പാൻക്രിയാസിനകത്ത് ഇൻഫെക്ഷൻ വന്ന് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. വെരിക്കോസ് വെയിൻ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. പൂർണ്ണ സ്വസ്ഥത ഉണ്ടായിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് അത്ഭുതങ്ങളെ ചെയ്ത ദൈവമാകിയാൽ സ്തോത്രം. വിടുതലായിച്ച കർത്താവാകിയാൽ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരുടെ വിവാഹം തക്ക സമയത്ത് നടക്കട്ടെ. കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങളെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർക്ക് തക്ക സമയത്ത് കുഞ്ഞുങ്ങളെ ലഭിക്കുന്നതിനായിട്ട് സ്തോത്രം. സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ വിടുവിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, സന്തോഷവും സമാധാനമില്ലാതെ കുടുംബജീവിതത്തിൽ ബുദ്ധിമുട്ടുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവ്, ആ കുടുംബത്തിനകത്തേക്ക് ദൈവിക പ്രവൃത്തിയെ വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ അഡിക്ഷനുകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകാൻ ഞങ്ങൾ കൽപ്പിക്കുന്നു.
അതുപോലെ ഈ പ്രഭാതത്തിൽ കർത്താവെ ആമേൻ, ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്നു കർത്താവിൻ്റെ ദാസിദാസന്മാരെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന കൃപകൾക്കായി സ്തോത്രം. അവർക്ക് ചുറ്റും അങ്ങ് തീമതിലായി നിൽക്കുന്നതിന് നന്ദി. പ്രത്യേകമായിട്ട് ഇന്ന് മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സഭായോഗത്തെ അനുഗ്രഹിക്കണം. വലിയ ആത്മപ്രവൃത്തി കാണുവാൻ കർത്താവ് സഹായിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ സഭായോഗത്തിനായിട്ടും സ്തോത്രം. വലിയ ദൈവകൃപ കണ്ട് സന്തോഷിപ്പാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി. സകല മഹത്വവും പുകഴ്ചയാപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം 8:15 സഭായോഗം ആരംഭിക്കുന്നത്. പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ഓരോരുത്തരും അതിൽ പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ആലോചന 1 യോഹന്നാൻ്റെ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ ആരംഭവാക്യമാണ്. അതിൻ്റെ ആരംഭവാക്യം ഇങ്ങനെ പറയുന്നത്: കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ കരങ്ങളെ ഉയർത്തി ഒന്ന് പറഞ്ഞാട്ടെ, ഞാൻ ആരാകുന്നു? ദൈവത്തിൻ്റെ മകനാകുന്നു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മകളാകുന്നു. ഒന്നുകൂടെ വീണ്ടും ജന്മം പ്രാപിച്ച ഓരോ ദൈവ പൈതലിനും ധൈര്യത്തോടെ വിളിച്ചു പറയാം, ഞാൻ യേശു ക്രിസ്തുവിലായതോടുകൂടെ ഞാൻ ദൈവ മകനായി മാറി, അല്ലെങ്കിൽ ദൈവമകളായി മാറി. തിരുവഴുത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മക്കളാകുവാനാണ് അവകാശം കൊടുത്തത്. മറ്റു വേറെ ഒന്നുമല്ല കൊടുത്തത്, ദൈവ മക്കളാകുവാനുള്ള പദവിയാണ് കൊടുത്തത്. അതിൻ്റെ അർത്ഥം ഞാനും നിങ്ങളും ഇന്ന് ആരാകുന്നു? ദൈവത്തിൻ്റെ മകൻ അല്ലെങ്കിൽ മകളാകുന്നു. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവം, സർവശക്തനായ ദൈവം നമ്മുടെ പിതാവായി മാറി. നമ്മൾ പലപ്പോഴും അതൊക്കെ ഇങ്ങനെ തിയറിറ്റിക്കലി പറയുമെങ്കിലും നമ്മൾ ഹൃദയത്തിൽ നിന്ന് അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാറില്ല. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ വിശ്വാസം ആണ് നമ്മളെ അത്ഭുതങ്ങളിലേക്ക് നയിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ നിന്ന് ആ വലിയ വിശ്വാസം വെളിപ്പെടണം. ഞാൻ ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൻ്റെ മകനായി മാറി, മകളായി മാറി. അതുകൊണ്ട് എൻ്റെ ജീവിതം ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചതായതുകൊണ്ട്, ദൈവത്തിൻ്റെതായതുകൊണ്ട് എന്നെ കൺട്രോൾ ചെയ്യുന്നത്, എൻ്റെ ജീവിതത്തിലെ സകലതും കൺട്രോൾ ചെയ്യുന്നത് കർത്താവാണ്. ആമേൻ, ഹല്ലേലൂയ. എൻ്റെ ജീവിതം മുഴുവനും കർത്താവിൻ്റെ കൺട്രോളിലും കർത്താവിൻ്റെ ജ്ഞാനത്തിലും കർത്താവിൻ്റെ ഈ സംരക്ഷണത്തിലുമായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ മതിയായവനായതുകൊണ്ട് എൻ്റെ സകല കാര്യങ്ങളും ഇനി കൈകാര്യം ചെയ്യുന്നത് മനുഷ്യനല്ല. എൻ്റെ സകല കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് സ്വർഗത്തിലെ അപ്പയാ. കാരണം ഞാൻ ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ അപ്പൻ്റെ മകനായി മാറി. അതുകൊണ്ട് ഞാനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സകലത്തെയും ഇനി നിയന്ത്രിക്കുന്നത് മനുഷ്യനല്ല, ദൈവമാണ്. ഒരു മകനെ അവൻ്റെ അപ്പ എങ്ങനെ കരുതുന്നോ, അപ്പൻ അവന് വേണ്ടി എങ്ങനെ ചിന്തിക്കുന്നു, അപ്പൻ അവൻ്റെ കാര്യങ്ങളിൽ എങ്ങനെ ഇടപെടുന്നു, അതുപോലെ തന്നെ സ്വർഗത്തിലെ അപ്പ, ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവം എൻ്റെ സകല കാര്യങ്ങളിലും ഇടപെടും. എൻ്റെ സകല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കും, എനിക്ക് വേണ്ടി കരുതും, എന്നെ ഓർക്കും, എൻ്റെ ആവശ്യങ്ങളിലെല്ലാം ഇടപെടും. ഇന്ന് പ്രഭാതത്തിൽ ഈ ഒരു ഫെയ്ത്ത് നമുക്കുണ്ടാകണം. ഞാൻ ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൻ്റെ മകനാണ്, അല്ലെങ്കിൽ മകളാണ്. എന്നെക്കുറിച്ചുള്ള വിചാരങ്ങൾ എൻ്റെ അപ്പൻ്റെ വിചാരങ്ങളാണ്. എൻ്റെ അപ്പനാ എന്നെ കരുതുന്നത്, എൻ്റെ അപ്പനാ എന്നെ പുലർത്തുന്നത്, എൻ്റെ ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരിക്കുന്നത് എൻ്റെ അപ്പനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, അങ്ങയുടെ മകൻ അല്ലെങ്കിൽ മകൾ എന്ന പദവിയിലേക്ക് ഞങ്ങളെ ഉയർത്തിയതിനായിട്ട് സ്തോത്രം. അങ്ങ് ഞങ്ങളെ സകലതും നിയന്ത്രിക്കുന്നതിന് സ്തോത്രം. ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ കൈകളിൽ സുരക്ഷിതമാകിയാൽ സ്തോത്രം. അങ്ങ് സകലതും കൺട്രോൾ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ട ദൈവത്തിന് സ്തോത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തിലെ മണൽത്തരി പോലെ വർദ്ധിച്ചു വരും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.